വേനൽ ചൂടിൻ്റെ കാഠിന്യവും വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവും വളരെ കഷ്ടപ്പെട്ടു പോയിട്ടോ. ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ പച്ചക്കറി ചെടികളൊക്കെ നനയ്ക്കാനായിട്ടുള്ള വെള്ളം വളരെ കുറഞ്ഞു പോയി. അപ്പം ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഒന്നരാടം ദിവസമൊക്കെ വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് ക്ഷീണമൊക്കെ മാറ്റി അങ്ങനെ നിൽക്കുമായിരുന്നേ. ഇപ്പം പെയ്യുമെന്നും പറഞ്ഞ് കുറേ ദിവസങ്ങളായി. ഇന്നലെയൊക്കെ പെയ്യുമെന്ന് തീർത്തും വിചാരിച്ചതാണ്, പക്ഷെ പെയ്തില്ല. ഇന്നതാ നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ. സന്തോഷമായി. അപ്പം ഞാൻ എല്ലാ പാത്രങ്ങളൊക്കെ എടുത്ത് വെള്ളം പിടിക്കാനായിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് ഈ വീടിനുള്ളിൽ കയറിയിട്ട് ജനലുകളെല്ലാം തുറന്നിട്ട് പുറത്ത് ഭയങ്കര മഴ പെയ്തു. നല്ല മഴയും ഭയങ്കര ഇടി. നിങ്ങൾക്ക് കേൾക്കാം ഇതിനകത്ത് ഇതിൻ്റെ ശബ്ദമൊക്കെ. അപ്പോൾ ഈ അകത്ത് വന്ന് ഞാൻ പെട്ടെന്ന് ഈ ജനലുകളെല്ലാം തുറന്നിട്ട് പരമാവധി ജനലുകൾ തുറന്നിട്ടു. കാരണം ഈ അകത്ത് പുറത്ത് മഴ വന്നപ്പോഴത്തേനും അകത്ത് അങ്ങോട്ടൊരു വക വിങ്ങി ശ്വാസം മുട്ടുന്ന പോലത്തെ ഒരു സ്മെല്ല്. അപ്പോൾ കുറേ അകത്തേക്ക് നല്ല കാറ്റൊക്കെ കയറി പിന്നെ കുറച്ചൊക്കെ ഒരു സ്വസ്ഥമായിക്കോളും കേട്ടോ. ഞാൻ ഉള്ള പാത്രങ്ങളല്ലാതെ അടുക്കളയുടെ മണ്ടയിൽ ഇരുന്ന പാത്രം വരെ ഞാൻ എടുത്തുകൊണ്ടുപോയി പുറത്ത് വെച്ച് വെള്ളം പിടിച്ച് ഇത് കഴിഞ്ഞ് നാളെ മുതൽ എന്താണ് അവസ്ഥ എന്നറിയത്തില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ നല്ല മഴ കുറച്ചൊന്ന് കുറയും വീണ്ടും പെയ്യും. അങ്ങനെ ഞാൻ പിന്നെയും പോയി ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര സന്തോഷമായി. ചെടികളും പച്ചക്കറികൾക്കൊക്കെ അങ്ങ് എന്താ ഒരു സന്തോഷം, അവരുടെ ഒരു സന്തോഷം കാണണം. കണ്ട് പന്നപ്പാത്രം എല്ലാം എടുത്ത് ഞാൻ വെള്ളം പിടിക്കുക. അപ്പം ഞാൻ ഇതുങ്ങളുടെ സന്തോഷം കാണാൻ വേണ്ടി ഞാൻ പിന്നെയും പോകും കേട്ടോ. എന്തൊരു കുളിർമ, ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതെൻ്റെ പാത്രങ്ങളൊക്കെ ഇതാ മാറ്റി വെച്ച് ഞാൻ നിറയുന്നത് മാറ്റി വെച്ച് കേട്ടോ. പിന്നെയും വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റത്തെ പാത്രവും കൂടി എടുത്ത് വെച്ചേ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി മുകളിലൊന്ന് കയറി പോകാമെന്ന്. സ്റ്റെപ്പിൽ കയറുമ്പോൾ സ്റ്റെപ്പിനുള്ള ജനൽ എപ്പോഴും പിന്നെ തുറന്നാണ് കിടക്കുന്നത്. അങ്ങനെ ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറിയപ്പം കോഴിപ്പിള്ളേരാണ് എടുക്കുന്നതെന്ന് എത്തി നോക്കിയേ. കൂടെ നിന്നും പറയാനില്ല, വെറുതെ വല കെട്ടിയിട്ട് വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ അതൊക്കെ മോശമായി കിടക്കുക. അപ്പോൾ ഒന്ന് വൃത്തിയാക്കണം. അങ്ങനെ ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് എൻ്റെ പച്ചക്കറികളെ എല്ലാ സൈഡിൽ കൂടെ അതും ഇതുമൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കാടൊക്കെ ഉണ്ട്. ഇപ്പോൾ പോയി തുടങ്ങി. പിന്നെ വഴുതന എല്ലാം ഈ വഴുതനയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുറേ ദിവസമായി. വഴുതനേനെ ഞാൻ കുറച്ചങ്ങ് അവഗണിക്കും. മറ്റുള്ള പയറിനും ഒക്കെ എനിക്ക് വെള്ളം ഒഴിക്കാതിരിക്കാനും പറ്റില്ല. ചീരയൊക്കെ വെള്ളം ഒഴിക്കാതെ പറ്റില്ലല്ലോ. ചാമ്പങ്ങ ഉണ്ട്, പക്ഷെ പുഴു പിടിച്ചു കേട്ടോ. ഞാൻ മുമ്പേ 2 പറിച്ച് പൊട്ടിച്ചപ്പോഴത്തേനും അപ്പടി പുഴു, ഒന്നിനും കൊള്ളത്തില്ല. എൻ്റെ ബയോഗ്യാസ് ആണെങ്കിൽ ഇങ്ങനെ നിറഞ്ഞു വരുന്നു. നാളെ രാവിലത്തേക്ക് നിറയെ ആവും. അതിന് മുന്നേ ഇന്നിപ്പോൾ അധികം ഉപയോഗിക്കേണ്ട അറിഞ്ഞുകൊണ്ട് ഗ്യാസ് ഉണ്ട് അതിനകത്ത് കേട്ടോ. കണ്ടോ, ടെറസിൻ്റെ മുകളിൽ നിന്നും എൻ്റെ ചീരകളെയും വെണ്ടകളെയൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുക. വെണ്ടയൊക്കെ അങ്ങോട്ട് വാടിയായിരുന്നേ. ഇന്നലെ വെള്ളം കുറവായിരുന്നതുകൊണ്ട് ഇന്നലെ ഒഴിച്ചില്ല. അപ്പോൾ 2 ദിവസം ഒന്നരാടനൊക്കെ കൂടുമ്പോൾ ഒഴിക്കാമെന്ന് കരുതി. അങ്ങനെ മൊത്തത്തിലൊരു കുളിർമയായി അങ്ങോട്ട് മഴ പെയ്തിട്ടേ. അപ്പോൾ അടുത്ത വീട്ടിലെ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ അവരുടെ വീട് വാർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് കുറച്ചും കൂടെയൊക്കെ കട്ടൊക്കെ വെച്ച് പൊക്കി കെട്ടുവാണേ. അയലൊക്കത്തെ റബ്ബർ തോട്ടം എല്ലാം കൂടെ നല്ല രസമില്ലേ. തേനീച്ചപ്പെട്ടിയൊക്കെ ഇങ്ങനെ ഇല്ലിക്കാത്തതാണ് കേട്ടോ. ഇല്ലിക്കകത്ത് കൊണ്ട് വേറൊരു പെട്ടിക്കകത്തും ഉണ്ട്. 2-3 പെട്ടിയിലുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും മഴ ശക്തിയാകും. ഇടയ്ക്കിടയ്ക്ക് നന്നായി പെയ്യുന്നുണ്ട്. കുറഞ്ഞിട്ട് കേട്ടോ. അങ്ങ് എന്തായാലും നല്ല ഹാപ്പിയായി ഞങ്ങൾ. അപ്പോൾ ഇത് കണ്ടോ, ഈ ടാങ്ക്, വെള്ളത്തിൻ്റെ ടാങ്ക് മുകളിലിരിക്കുമായിരുന്നു കേട്ടോ. ഞാനതിനെ വലിച്ചെടുക്കുമ്പോൾ നിങ്ങൾ കാണിച്ചു തന്നില്ല. അയ്യോ, എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഈ ടാങ്കിനെ എടുത്ത് താഴെ വെക്കുവാണെങ്കിൽ ആ വെള്ളം വീഴുന്നിടത്തുനിന്ന് വെള്ളം പിടിക്കാമല്ലോ കുറേ ദിവസത്തേക്കുണ്ടല്ലോ എന്ന്. അതാ ഞാൻ അതൊക്കെ ഉന്തി താഴെ ഇട്ടു. എന്നിട്ട് മുകളിൽ നിന്ന് താഴെ ഈ സൈഡിൽ വെച്ചിട്ട് ഉന്തി തെങ്ങിൻ്റെ ഉള്ളിലോട്ട് ഇട്ടതാണ് കേട്ടോ. തെങ്ങിൻ്റെ ഉള്ളിലാകുമ്പോൾ പൊട്ടിപ്പോകുമല്ലോ എന്നോർത്തെ. അങ്ങനെ ഞാൻ മറിച്ചിട്ട് എന്താണ് എൻ്റെ പ്രയത്നം അങ്ങോട്ട് ഫലിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോഴും കണ്ടോ എൻ്റെ പയർ വീണ് കിടക്കുന്ന കണ്ടോ. ആദ്യമേ നിങ്ങൾ വീഡിയോയിൽ കണ്ടതല്ലേ, മഴയത്തത് നല്ല ശക്തമായ മഴയും വലിയ കാറ്റൊന്നുമില്ല. പക്ഷേ വിലയുടെ ഭാരവും ഒത്തിരി തൂണങ്ങ് താഴ്ന്നിട്ടല്ലായിരുന്നു. എനിക്ക് അത്രയൊക്കെ പറ്റുണ്ടായിരുന്നുള്ളൂ. അത്രയൊക്കെ കുഴിച്ച് താത്തി ഞാൻ വെച്ചുള്ളൂ. ഭയങ്കര ഉറച്ച മണ്ണായിരുന്നേ. ടപ്പ് ചെയ്യുന്നതോ താഴെ വീണു, കഷ്ടമായിപ്പോയി. ഞാൻ നോക്കി നിൽക്കുമ്പോൾ മറിഞ്ഞു വീണു. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ അകത്ത് കയറി കഴിഞ്ഞപ്പം ഈ ജനലൊക്കെ തുറന്നിട്ടെങ്കിലും ആ മണം അങ്ങോട്ട് ശരിക്കും പോകുന്നില്ല കേട്ടോ. പുറത്ത് നല്ല തണുപ്പും അകത്തങ്ങോട്ട് കയറുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത. അപ്പം ഞാൻ വേഗം ഫാനിനെ തുറന്ന് ഫാൻ ഓണാക്കിയിട്ട് പുറത്തേക്ക് വെച്ചു. ഹാൾ റൂമിൽ നിന്ന് റൂമിനകത്തെ ജനലുകളുടെ വഴി കൂടെ 2 സൈഡിലും ജനൽ തുറന്ന് വെച്ചിട്ട് ഹാളിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു വെച്ചു. അപ്പോൾ ഈ ഹാളിനകത്തെ നമ്മുടെ ഇവിടെയുള്ള റൂമിനകത്തൊക്കെ ഈ മോശം മണവും ചൂടും ഒക്കെ എടുത്ത് പുറത്തേക്ക് തള്ളി വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണം കേട്ടോ വെക്കാൻ. ഞാൻ രാത്രി കിടക്കുമ്പോഴും അങ്ങനെയാണ് പിന്നെ ഫാൻ വെച്ചിട്ട് കിടക്കുന്നത്. റൂമിൽ നിന്ന് ഹാൾ റൂമിലേക്ക് തുറന്നു വെക്കും. അന്നേരം നമ്മുടെ റൂമിലെ
ചൂടിനെ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ടേക്ക് ഹാളിലേക്ക് വിട്ടോളൂ. അപ്പോൾ ഇവിടെ ഒരു ജനൽ എപ്പോഴും ഞാൻ തുറന്നിട്ടേക്കുന്നത്. അന്നേരം ആ ജനൽ വഴി അങ്ങ് പൊക്കോളൂല്ലേ. നമുക്ക് നേരിട്ട് ഫാൻ ദേഹത്തേക്ക് അടിക്കത്തുമില്ല, ഫാനിൻ്റെ കാറ്റ് ദേഹത്തേക്ക് അടിക്കത്തില്ല. അടിപൊളി. അപ്പം ഞാൻ വന്നിട്ട് വേഗം ഒരു ചായയൊക്കെ വെച്ച് കുടിച്ചു കേട്ടോ. പിന്നെ ചായ വെക്കാൻ വേണ്ടി ചിലപ്പോൾ അതിൻ്റെ ബയോഗ്യാസ് പുറത്തിരിക്കുന്ന കണ്ടില്ലേ, പൊങ്ങി നിൽക്കുന്ന കണ്ടേ, അത് ബയോഗ്യാസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റൗവേ. അപ്പം ഞാൻ അതിനെ വെച്ചപ്പോൾ ഇതിന് കുറച്ച് വലിപ്പം കുറവാണ് പാത്രത്തിന്, അതുകൊണ്ട് അതിനെ ഇങ്ങനെ ചെരിച്ച് വെച്ചതാണ്. പിന്നെ അതിൽ പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പം അങ്ങനെ മുകളിലത്തെയും ഒരു ഫാനിട്ട് വെച്ചു. അങ്ങനെ എല്ലാം കൂടെ ഇവിടെ അകത്തുള്ള എല്ലാ അസ്വസ്ഥതകളും പുറത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ഒരു ഇടി അതിലേക്കൊത്ത് വരുമ്പോഴത്തേനും താഴെ ഓഫായി പോകുന്നതാണ് ഇത്. പക്ഷേ ഇത് ഓഫായിട്ടില്ല. ഇപ്പം ഞാൻ വെറുതെ തുറന്നു നോക്കി, അന്നേരം ഞാൻ എന്നിട്ട് പിന്നെ ഓഫാക്കി ഇട്ടു കേട്ടോ. അങ്ങനെ എൻ്റെ കട്ടൻ ചായ വന്നേ. അപ്പം ഞാനിതാ എന്താ ചായക്കുള്ള കടി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ ഇടാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കുക്കിംഗ് ചാനലിലായിരിക്കും ഇടുന്നത് കേട്ടോ. ജാൻസി ജി കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചാനലുണ്ട്. ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ ലിങ്കും ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇത് കാണുന്നവർ ഒന്ന് അതിനകത്ത് കയറി നോക്കിയേക്കണേ. പിന്നെ ഇത് എൻ്റെ ടാങ്കിനകത്ത് മഴ കുറഞ്ഞു കേട്ടോ. മഴ തീർന്നു എന്ന് പറയാം, പക്ഷേ തൂളുന്നുണ്ട്. അങ്ങനെ ഇതായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ടാങ്കിൽ നോക്കുമ്പോൾ കുറച്ച് വെള്ളമുള്ളൂ, പക്ഷെ ബാക്കി എല്ലാ പാത്രങ്ങളിലും വീണിട്ടുണ്ടല്ലോ. പക്ഷേ ഈ ഐഡിയ ആദ്യം തോന്നിയാലും കാര്യമൊന്നുമില്ല. ആദ്യം തോന്നിയാൽ മറ്റേ പാത്രങ്ങളിൽ പിടിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. മറ്റേ പാത്രമൊക്കെ നിറഞ്ഞു വരുമ്പോഴത്തേക്കും ഞാൻ ടാങ്ക് എടുത്തുകൊണ്ട് വന്നു. കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി പിന്നെ പിടിക്കാം. നിറയെ ഇങ്ങ് വരുന്നില്ലല്ലോ പൈപ്പിൽ കൂടെ. കുറേ വെള്ളം ചപ്പൊക്കെ ഉള്ള കാരണമേ തടഞ്ഞ് താഴെ വീണ് പോകുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്തേക്ക് ഒരുപാട് വെള്ളം വരുന്നില്ല. എന്നാലും അത്രയും വെള്ളം കിട്ടിയല്ലോ, സന്തോഷമായി. അപ്പോൾ പിന്നെ ഇതാ ഞാൻ ചുറ്റുവട്ടം ചുമ്മാ ഒന്നിങ്ങനെ എടുത്ത്, ഭയങ്കര രസമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ മുൻവശവും ചുറ്റുവട്ടമൊക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണ്. മഴ പെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഭംഗിയാണ്. ഇത് പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിലോട്ട് പോയിട്ട് പണിയുന്ന വീട്ടിലേക്ക് ഞാൻ പോയതാണ്. അവിടുത്തെ പക്ഷിക്കുട്ടന്മാരെ എല്ലാവർക്കും അങ്ങോട്ട് ഭയങ്കര സന്തോഷമല്ലേ, തണുപ്പും അവരിങ്ങനെ തുള്ളിക്കളിക്കുകയാണ് അവർ സന്തോഷം കൊണ്ട് കേട്ടോ. ആ തണുപ്പൊക്കെ കിട്ടുമ്പോഴേ എല്ലാവർക്കും ഒരു ആശ്വാസമല്ലേ. ആ വീടിൻ്റെ മുകളിൽ നിന്ന് പണിയുന്നവരാണെങ്കിൽ എൻ്റെ മുന്നേ പൊരിഞ്ഞ് ഉച്ചയ്ക്ക് അങ്ങ് പൊള്ളുന്ന ചൂടത്ത് നിന്ന് പണിയെടുക്കുന്നത്. അപ്പം ഞാൻ അതിനകത്തൂടെ കയറിപ്പോയേ. പണിയുന്ന ചെറുക്കൻ്റെ കൊച്ചം അവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവളതാ അവിടെ മൊയലിനെ നോക്കിക്കൊണ്ടിരിക്കുക. ചേച്ചി വാ മൊയലിൻ്റെ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവളെന്നെ വിളിച്ചുകൊണ്ട് പോയതാണേ. ഇതപ്പുറത്തെ വീട്ടിലെ കൊച്ചാണ്. ആ വീട്ടിലെ പണിയാൻ അവിടെ വന്നിരിക്കുന്ന മേസ്തിരിയുടെ മോളാണ്. അപ്പം അങ്ങനെ മൊയിലും കുട്ടന്മാരെയൊക്കെ ഞാനൊന്ന് അവരുടെ വീഡിയോയും കൂടെ അങ്ങ് എടുത്തേ. കുഞ്ഞുങ്ങളിതാ ഈ അടുത്ത കാലത്ത് ഉണ്ടായങ്ങളായിരുന്നു. അതിൻ്റെ അമ്മ ഉണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങളുടെ അമ്മ മരിച്ചുപോയി. അവർ രാവിലെ വരുമ്പോഴത്തേക്കും പറയുന്നുണ്ട് അതിങ്ങനെ അമ്മ മരിച്ചു കിടപ്പുണ്ട് ഒരു കുഞ്ഞും. ഇപ്പം ഞാൻ അടുത്തതായിട്ട് ചടപടാന്ന് കുറച്ച് പണികളും കൂടി അങ്ങോട്ട് ചെയ്തു കേട്ടോ. കുറച്ച് വളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അത് സ്പ്രേ ചെയ്യാം. പിന്നെ 2-3 പയർ വിത്ത് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അതും കൂടി അവിടെ ഇവിടെയൊക്കെ ഇടുന്നു കുഴിച്ചിടുക, ഒഴിവുള്ള 1-2 കവറിനകത്തൂടെ കേട്ടോ. പിന്നെ എൻ്റെ പയറിന് ഞാൻ പയർ മറിഞ്ഞ് വീണ് കിടന്ന പയറിൽ അതിനും പോയി കുറച്ച് പണിയെടുത്തു. 2 കല്ലൊക്കെ എടുത്ത് വെച്ച് ഒന്ന് നാട്ടി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ എനിക്ക് കിളച്ചൊന്നും എടുക്കാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല, അത് ഭയങ്കര വെയിറ്റ് വാങ്ങി. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ വെച്ചു. പിന്നെ ഇത് ആ സ്പ്രേ ചെയ്ത് ആ വളം അതിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് നല്ല അടിപൊളി പിന്നെ വളമാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ കുക്കിംഗ് ചാനലിൽ ഇടുന്നുണ്ട് കണ്ടോ. ഞാൻ ഇങ്ങനെയാണ് പയറിനെ ഒന്ന് പതുക്കനെ ഒരു സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ 2-3 തേങ്ങ പൊതിച്ചെടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പരിക്കകത്ത് കയറി. അപ്പോൾ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.